With him a new day has begun. Lord, we thank you for today. അല്ലെങ്കിൽ വേണ്ടാത്ത കുറിച്ചൊക്കെ എടുത്ത് തലയിൽ വെക്കുന്ന സ്വഭാവം ഫ്രെഡിക്ക് പണ്ടേ ഉള്ളതാണല്ലോ. ഒരുത്തൻ കടലിൽ ചാവാൻ കിടക്കണ കണ്ടാ കണ്ടില്ല വെച്ചിട്ട് പോരാൻ പറ്റുമോ റോസി? ജീവൻ രക്ഷിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാ. അതിനയാളെ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ നമ്മൾ സമാധാനം പറയണ്ടേ? ഒന്നും സംഭവിക്കില്ലെന്നേ. ബെഞ്ചമിൻ സാഹിബ് ആള് കഞ്ചാവാണെങ്കിലും നല്ല ബെസ്റ്റ് ഡോക്ടറാണ്. വീട്ടിലാവുമ്പോ ഹോസ്പിറ്റൽ ബില്ലും പോലീസിന്റെ ശല്യവും സഹിക്കണ്ടല്ലോ. പണ്ടിതുപോലെ കൊച്ചിയിൽ ചരക്കിറക്കിയിട്ട് വരുമ്പോ പാവം തോന്നിയിട്ട് ഒരുത്തിന് കൂടെ കൂട്ടിയത് ഓർമ്മയുണ്ടല്ലോ. സ്വന്തം റെസ്റ്റോറന്റിൽ അവനെ ജോലിക്ക് നിർത്തിയതാ. അവസാനം അവന്റെ കടയാന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അത് പൂട്ടിച്ചു. ഇപ്പൊ അവനാ ഫ്രെഡിയുടെ ഏറ്റവും വലിയ ശത്രു. ഇനി ശത്രുക്കളുടെ എണ്ണം കൂട്ടണം. എല്ലാവരും ക്ലീറ്റസിനെ പോലെ ആവില്ലല്ലോ. എന്തായാലും ശരി, ബോധം വന്നു കഴിഞ്ഞാൽ അവനോടൊന്ന് പറഞ്ഞു വിട്ടേക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? എന്തായാലും ബോധവും തെളിഞ്ഞോട്ടെ. കടലമ്മ? അതെ, കടലമ്മയാണ്. എനിക്കൊരു വള്ളം നിറയെ മീൻ തരുമോ? തരാലോ, എന്റെ മോനെ വള്ളം നിറയെ മീൻ തരാം. അയില വേണോ മത്തി വേണോ? രണ്ടും തരാം. ജീവനോടെ വേണോ ശവം വേണോ? ഇങ്ങോട്ട് വേണം മത്തിയുടെ മോനെ. അയ്യോ, വലയിടാതെ മീൻ കിട്ടില്ല. നീ പോയിട്ട് നാളെ വാ. അയ്യോ, കടലമ്മ ക്രിസ്ത്യാനിയാണോ? അതെ, ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ. പിന്നെ ഈ മത്സ്യകന്നി ഞാനാ. പാല് കണ്ടില്ലേ? കാവിലമ്മേ കയ്യിന്ന് പോയ കേസാണല്ലോ. അപ്പൊ ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ? കടലമ്മയുടെ കൊട്ടാരോ? ഇത് ഹെറോദോസിന്റെ കൊട്ടാരാ. ഉടനെ സലോമിയുടെ നൃത്തം തുടങ്ങും. യോഹന്നാന്റെ തല വെട്ടാൻ. കൂട്ടത്തിൽ നിന്റെ തലയും ഞാൻ വെട്ടും. എന്തിന്? അവൻ തലയിൽ പഞ്ഞി വെച്ച് ഇറങ്ങിയിരിക്കുക. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. അമ്മാമേ, അവിടെ ഞാൻ അടങ്ങിയിരുന്നേ. പേടിക്കണ്ട, ഇതെന്റെ വീടാ. അമ്മാമയ്ക്ക് പരിചയമില്ലാത്തോണ്ടാ. ഈശ്വര, ഇതെന്ത് പാദസര. അയ്യോ, ചങ്ങലക്കിട്ടിരിക്കുക. നീ ഏതാ? എന്താ നിന്റെ പേര്? രാധ. രാധയോ? രാധാകൃഷ്ണൻ. കൃഷ്ണനെ എന്തിനാ അവര് ഉപദ്രവിച്ചത്? Malaika, nakupende malaika. Malaika, nakupende malaika. Nami nifanyeje kije na wenzio. Nashindwali mali sinawe ningekuwa malaika. Nashindwali mali sinawe ningekuwa malaika. Kirege kukuwaza wikirege. Kirege kukuwaza wikirege. Ningekuwa mama. ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് വിഷമിക്കല്ല വേണ്ട. അവിടെ നിയമം പോലീസും ഒക്കെ അല്ലേ. നിന്റെ കരയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട, എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരുമില്ല.
ഞാൻ ശാപമാണെന്ന് പറഞ്ഞ കരയിലേക്ക് എനിക്കിനി പോണ്ട. ബെസ്റ്റ്. അനുഭവിച്ചോ? റോസിയുടെ ഒരു നേച്ചർ അങ്ങനെയാ, നീ ഒന്നും കേട്ട് കാര്യാക്കണ്ട. കൃഷ്ണന്റെ കാര്യം എന്താ ചെയ്യാ? പാവം, എന്തായാലും കുറച്ചു ദിവസം കൂടെ നിൽക്കട്ടെ അല്ലേ? ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിത്തീരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്റെ പൊന്നാങ്ങൾക്ക് സഹതാപത്തിരി കൂടുതലാണല്ലോ. എന്റെ കർത്താവേ, കഷ്ടകാലം വരുമ്പോ ഇങ്ങനെയും വരൂ. അവന് മാറാൻ ഡ്രസ് എന്തെങ്കിലും കൊടുക്കണ്ടേ? കൈ കാശുണ്ടെ രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുക്ക്. എന്റെ അടുത്ത് ഏതായാലും പൈസ ഒന്നുമില്ല. നിനക്ക് വിഷമാവില്ലെങ്കിൽ നമ്മുടെ ജോൺഫിയുടെ ഡ്രസ് അവന് കൊടുത്താലോ? കൂടപ്പുറപ്പുറത്തിനെ കടൽ കൊണ്ടുപോയപ്പോ നമ്മൾ ഒരുപാട് കരഞ്ഞല്ലേ? ആ കരച്ചില് കടല് കേട്ട് കാണും. നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കടല് തന്നാണ്. ജോൺഫിയുടെ അതേ പ്രായം, എവിടെയൊക്കെ അവന്റെ ഛായ. ഫ്രെഡിക്ക് കിറുക്ക. എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല. ജോൺഫി നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. ഇയാൾ ഒരുമാതിരി ഫീമെയിൽ ബിഹേവിയറും സംസാരവും. ആ യൂസ്ലെസ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പറഞ്ഞു വിട് പ്ലീസ്. Ready? There's a great news, buddy. വക്കീൽ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ക്ലീറ്റസുമായിട്ടുള്ള കേസ് നമ്മൾ ജയിച്ചു. Really? ഇനി പഴയതിലും ഗംഭീരമായിട്ട് റെസ്റ്റോറന്റ് എടുത്ത് ക്ലീറ്റസിനെ നമുക്ക് ഞെട്ടിക്കണം. ഏതായാലും ഫ്രെഡിയുടെ സമയദോഷമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. Thanks. Hey, how is your food? Very nice. Bamboleo, bambolea. Motitita chova prete venida así. Bamboleo. Yeah, okay, done. Ma'am, have you been? Thank you. Hi. തക്ക സമയത്ത് തന്നെയാണ് നിങ്ങൾ ഹോട്ടൽ തുടങ്ങിയത്. എല്ലാ ഹോട്ടലും നല്ല കാച്ചിങ്ങാ. എന്റെ ഓർമ്മയിൽ ഇതുപോലൊരു പ്രീത്ത് ഉണ്ടായിട്ടില്ല. Really? വാ, enjoy. सोसी, आज खाना ज्यादा बनाओ. जो बनाया पूरा यही लेके आओ. Done. ഇനി അമ്മാരി നല്ല കാശായിരിക്കും. ഉള്ള വേണം തിന്നും കുടിച്ചാൽ കളയും. ടൂറിസ്റ്റുകളുടെ സീസൺ കഴിയുമ്പോഴേക്കും ബോട്ടുകാരൻ വള്ളക്കാരൻ സീസൺ. ഫ്രെഡിയുടെ ടൈം ബെസ്റ്റ് ടൈം. നീ കിച്ചണിൽ ചെന്ന് കാര്യങ്ങളൊന്നും ഉഷാറാക്കാൻ beer? Okay. സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്കുറയും. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക. ഫ്രെഡി ആള് ഹൃദയമുള്ളവനാ. പക്ഷേ പെങ്ങളത്ര പോരാട്ടോ റോസിയെ. ഓ, ഇത് കാണുമ്പോ കുമാരൻ എന്നെ പങ്കായത്തിനടിച്ച് ഓർമ്മ പിന്നെയും വരിക. ജൽദി കരോ സന്ദീപ്. ഈ ചെമ്മീനിൽ പെണ്ണുങ്ങളില്ലേ, എല്ലാത്തിനും മീശ ഉണ്ടല്ലോ. ചട്ടട്ടും കിടന്ന് ബലം പിടിക്കുക വളഞ്ഞൂത്തി. ഇത് കിള്ളിയിട്ടും തീരല്ലല്ലോ ഈശ്വര. തന്നോടാരാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായമൊക്കെ ചെയ്യണ്ടേ? മുറ്റുമടിയും തുണിയലക്കും പാത്രം കഴുകലും ഒക്കെ ഇനി ഞാൻ ചെയ്തോളാം. ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും. ഇയാൾ ആണുങ്ങൾ ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ കരയിലെ ആണുങ്ങൾ ചെയ്യണത് ചീട്ടുകളെയും വെള്ളമൊടിക്കുക. അതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. വേറെ വല്ല ജോലി ഉണ്ടെങ്കിൽ പറ, ഞാൻ ചെയ്യാം. താനൊന്ന് പുറത്തേക്ക് വന്നേ. താൻ ഈ വിറകൊക്കെ ഒന്ന് കയറിട്ടെ. എന്റെ റോസി, ഇത്രയും ഭാരപ്പെട്ട പണിക്ക് ചെയ്ത് എന്റെ നടു തളർന്നു പോവും. അതെ, പറഞ്ഞതങ്ങ് കേട്ടാ മതി. ഇത്രയല്ലോ, ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു. ഞാൻ വെറുതെ ഇരിക്കാനല്ലോ. അവിടെ ഇരിക്കു പറക്കേ. ശില്പ ഇതാടോ. കണ്ണൂടെ എനിക്ക് കണ്ണാണ്, പക്ഷെ വിറകിന് കണ്ണില്ലല്ലോ. ഫ്രെഡി, അവനെ ഇന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. ആ ലക്ഷണം കെട്ടവനെ കൊണ്ട് ഞാൻ തോറ്റു. ലക്ഷണം കെട്ടവൻ അവനോ? അവൻ നല്ല ഐശ്വര്യമുള്ളവനടി. നീ ശ്രദ്ധിച്ചോ? അവൻ ഈ കരയിൽ വന്നതിന് ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ കേസ് ജയിച്ചു. ഈ റെസ്റ്റോറന്റ് നമ്മുടെ സ്വന്തമായി. ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ ഇല്ലാത്ത പെയ്ത്ത. അവന്റെ കരയിൽ അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യമടി അവൻ. പുണ്യം.